ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പുതിയൊരു വേൾഡ് തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ജംഗിളിലാണ് നമ്മൾ സ്പോണായിരിക്കുന്നത്. ഫസ്റ്റ് വുഡ് വെട്ടി ഇത് മാറ്റി വെക്കാം നമുക്ക്. കാരണം ഇത് നമ്മൾ ഈ വേൾഡിൽ മുറിച്ച ഫസ്റ്റ് വുഡ് ആയതുകൊണ്ടാണ് ഇത് മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള വുഡ് നമുക്ക് കളക്ട് ചെയ്ത് തരണം. ഞാനിപ്പോ വുഡ് കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങള് കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് നിങ്ങളെ ഇനി നിങ്ങളെ വുഡ് കളക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതാത് ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇതാ കുറേ വുഡ് വെട്ടിയിട്ടുണ്ട്. അര സ്റ്റാക്ക് അടുപ്പിച്ച് ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ആക്സ് ഉണ്ടാക്കിയായിരുന്നു. അത് പൊട്ടുന്ന വരെ നമ്മൾ മൈൻഡ് ചെയ്തു. ഇപ്പൊ അതാ സ്റ്റോൺ വെട്ടാൻ പോവാണ് ഗൈസ്. ആദ്യത്തെ സ്റ്റോൺ വെട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കയറി നമുക്ക് മുകളിലോട്ട് ഇവിടെ ഒരു കോള് കണ്ടായിരുന്നു ഗൈസ്. ഞാൻ കോള് കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് മൈൻഡ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ. കാരണം നമ്മൾ കേവ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാൻ നേരത്ത് നമുക്ക് ടോർച്ച് ആവശ്യം വരും. നമുക്ക് ഇച്ചിരി ലൂട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മൾ സ്റ്റോൺ ഒക്കെ മൈൻഡ് ചെയ്തു. 10 എണ്ണ ആയോളൂ ഗൈസ്. ചുമ്മാതാണ്, ഒരു സ്റ്റാക്കും 10 എണ്ണ ആയിട്ടുണ്ട്. ഇവിടെ കുറെ കോള് കണ്ടു. അപ്പൊ ഈ ഒരു കോളെല്ലാം മൈൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കും ഇതുവരെയായിട്ടും പുറത്തിറങ്ങുന്നില്ലേ എന്ന്. കാരണം ഗൈസ് രാത്രി ആയത് കാരണമാണ്. അപ്പം നമ്മൾ സ്റ്റോൺ ടൂൾസ് എല്ലാം ആയിട്ടുണ്ട്. സ്റ്റോൺ ആർമർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആർമറും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് കുറെ സോംബികളുടെ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്. ഇതൊരു കേവിന്റെ സൈഡിൽ ഞാൻ മൈൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇത്ര ഇവിടെ കോൾ അറിയാറുണ്ട്. ഒരു ഐറ്റം ആണ്. തീരുന്നില്ല ഗൈസ്. ഇനി ഇവിടെ കുറെ ഇരിക്കുന്നു. ഇതെല്ലാം മൈൻഡ് ചെയ്യുന്നതാണ്. എന്നാലേ ഒരു സിമിട്രി കറക്റ്റ് ആവത്തോളൂ. ഇടയ്ക്ക് വെച്ചൊന്ന് ഇതായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ശരിയാക്കി ഇപ്പൊ വന്നതാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പൊ തന്നെ 47 കോളായി ഗൈസ്. 47 കോളായി. നമ്മുടെ സ്റ്റോൺ പിക്കാക്സ് ഇപ്പൊ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഇപ്പൊ അതാ സിമിട്രി പോയി ഗൈസ്. കാരണം ആ കോള് താഴെ ഇരുന്നപ്പോ ഞാൻ താഴെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സിമിട്രി ആക്കാൻ വേണ്ടിട്ട് പിന്നെ താഴേക്ക് ഒരു വരി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കെലറ്റന്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മള് ഇതാ ഇവിടെ കോബിൾ സ്റ്റോൺ ഇരിക്കുന്നുണ്ടില്ലേ, ഇതൊരു കേവിലേക്ക് മൈൻഡ് ചെയ്ത് വന്നതാണ്. ആ കേവ് ഒന്ന് ഇതാക്കിയതാണ്. അങ്ങനെ നമ്മളിതാ ഇപ്പം ഇവിടെ ഒരു ടോർച്ച് വെച്ചത്. ഇവിടെ ഇനി ഇത് കേവിന്റെ സൈഡല്ലേ, അപ്പൊ മോബ് സ്പോൺ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇനി നമുക്ക് ഒരു വരിയും കൂടെ ഇത് താഴേക്ക് കുഴിക്കുകയാണ്. ഇപ്പൊ പിക്കാറ്റ്സ് പൊട്ടിയിട്ടുണ്ട്. ഇവിടെ സാറിയില്ല, നമ്മുടെ ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. അതിനകത്ത് കയറി നമുക്ക് നമ്മുടെ സ്റ്റോൺ പിക്കാറ്റ്സും കൂടെ പോയി അത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെയും അടുത്ത എല്ലാം പൊട്ടിച്ചു തുടങ്ങാൻ കഴിയും. അങ്ങനെ ഇപ്പൊ പിന്നെയും ഞാൻ ഒരു വരി താഴോട്ട് കുഴിക്കുന്നെന്ന് പറഞ്ഞത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പുതിയ ഫ്രഷ് പിക്കാറ്റ്സ് ആണ് നമ്മൾ എടുത്തത്. കാരണം കുറെ നേരം നമ്മൾ സ്റ്റോൺ പിക്കാറ്റ്സ് ഉണ്ടാക്കിയിട്ട് പിന്നെയും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ ഡ്യൂറബിലിറ്റി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. മെൻഡിക് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ബട്ട് മെൻഡിക് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. കുറെ ലാഗ് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഗൈസ്. ഇപ്പൊ തന്നെ 2 സാക്ക് നമ്മള് അങ്ങനെ അത്യാവശ്യം 2 സാക്ക് ഓർമ്മ.
അങ്ങനെ ഇച്ചിരി കൂടുതൽ ഇതുണ്ടാക്കിയിട്ടുണ്ട്. എന്ത് നമ്മളുടെ മൈൻഡ് നമ്മൾ ഇച്ചിരി പുറത്തോട്ട് ഇതൊരു പ്രശ്നമുണ്ട്. നമ്മളപ്പോ ഇപ്പൊ വരാതെ നമ്മൾ അതെ വെളിയിലോട്ട് ഇറങ്ങാൻ നോക്കുവാണ്. നമ്മളപ്പോ ഇവിടുത്തെ നമ്മുടെ ആക്ട് വെച്ച് അറിയാതെ മൈൻഡ് ചെയ്ത് നമ്മൾ ഇവിടെ മൈൻഡ് ചെയ്ത് വെളിയോട്ട് ഇറങ്ങാൻ നമ്മൾക്ക് ഇവിടെ ഇച്ചിരി ഓരോരുത്തരും ഒറ്റോട്ടം ഓടിക്കോളാം. നമുക്ക് എങ്ങും നോക്കണ്ട, ഇങ്ങോട്ടും നോക്കണ്ട, പറഞ്ഞേക്കാം. ഇവിടെ മോവൊക്കെ ഉള്ള വാളാ ഞാനെന്നല്ല. അയ്യോ ക്രീപ്പർ മോവൻ. അപ്പൊ നമ്മള് ഇത്തിരി പ്രോ ആയതുകൊണ്ട് മോപ്പിനെല്ലാം ഒറ്റ തല്ലിലൊക്കെ കൊല്ലുന്നതായിരിക്കും. അയ്യോ ക്രീപ്പർ തോമ്പിയും ചെലന്തി എല്ലാരും ഉണ്ടാ ഓടാ. നമ്മൾക്ക് ഇത്ര ഓടി വന്നിട്ട് ഇത് ഇങ്ങനത്തെ ആൾക്കാരടിക്കുന്ന ഇതിനെ മാത്രമേ കണ്ടോളൂ. നമ്മളൊരു സ്കെലിറ്റൺ ഓടിച്ച് നമ്മൾ നേരെ ഒന്ന് വിട്ടത് ചെലന്തിയുടെ സാധനങ്ങളൊക്കെ തന്നു. ഇവിടെ നിൽക്കണ്ട ഇത് നമ്മൾ ചാകാനാണ്. അങ്ങനെ ചാകാനുള്ള എല്ലാം കാണിക്കുന്നുണ്ട്. ദേഹത്തുള്ളത്ര അങ്ങോട്ട് വളഞ്ഞുമ്പോൾ കൂടുന്നുണ്ട്. വെള്ളത്തിക്കാറാ വെള്ളത്തിൽ വെടിവെച്ച അങ്ങനെ നേരിട്ട് സംസാരിച്ച അനിയത്തിയാണ്. അവളാണ് ശരിക്കുള്ള ഗെയിമർക്ക്. അപ്പൊ ഞാൻ ഇച്ചിരി അടുത്തുകൊണ്ടിത് മേടിച്ചു. അവള് പറഞ്ഞ എന്തുവാ അവളെപ്പോഴും കളിക്കും, ഞാൻ മാത്രമേ ഇത് നോക്കിയിരിക്കണ്ട, അപ്പൊ എനിക്ക് വിഷമാവില്ലെന്ന്. അതുകൊണ്ട് അവള് വളരെ നല്ല കൊച്ചാണ് കേട്ടോ. അവള് വളരെ നല്ല കൊച്ചാണ്. എനിക്ക് ഇങ്ങനത്തെ അനിയത്തിനെ കിട്ടുന്ന ഭാഗ്യം ചെയ്യണം. ഇപ്പൊ കുറെ നമ്മളെ അനിയത്തിക്ക് ഒരാൾ അടിയിലൊക്കെ കാണും. പക്ഷെ ഇവ അങ്ങനെ ഇവർക്ക് എന്ത് കിട്ടിയാലും അങ്ങനത്തെ ഇച്ചിരി വാട്ടർ മെലൺ ഇരിക്കുന്നുണ്ട്. വാട്ടർ മെലണ് കുറച്ചെടുത്ത് ഇച്ചിരി വാട്ടർ മെലൺ നമ്മൾ നമ്മുടെ ഒരു ബേബി തോമ്പി വളർന്നു നമ്മുടെ പക്കിലത്തെ എടുത്ത് നമ്മളപ്പോ എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുക. നമ്മൾ ഒരുപാട് ദൂരം ഓടിച്ചതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ചത്തയ കേട്ടോ. ഓക്കെ. നമ്മുടെ 10 ബ്ലോക്കൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം ചത്തയ. നമുക്ക് ഇവിടെ തന്നെ ഇത് ബിൽഡൊക്കെ ചെയ്യാം. അപ്പൊ ഗേൾസ് ഞാൻ എന്താ പിന്നെയും വായിച്ചിട്ടുണ്ട്. ഇനി നമ്മള് സ്പ്രൂസ് അവിടെ നിപ്പുണ്ടെന്ന് തോന്നുന്നു. സ്പ്രൂസ് തന്നെ അല്ലേ? ജംഗിളാണോ? ജംഗിൾ ട്രീ ആണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്ക് ഇരിക്കുന്ന സ്ഥലം. ഒരു ബിൽഡ് ആക്കണമെന്ന് എനിക്കുണ്ട്. ബട്ട് അതിന് ലൂട്ട് വേണം. എനിക്ക് തോന്നിയെങ്കിൽ ഈ ഫസ്റ്റ് ബ്ലോക്ക് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് മൈനിങ്ങിന് പോകുന്നത്. അതായത് അയൺ ഒക്കെ വേണമല്ലോ. ഈ ഒരു അയൺ ടൂൾസും അയൺ ആർമറിലേക്കും ഒക്കെ ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അല്ല അതിനു മുമ്പ് നമുക്കൊന്ന് എക്സ്പ്ലോറിങ്ങിന് പോണ്ടേ ഇവിടെ? എക്സ്പ്ലോറിങ്ങിന് പോയില്ല ഗൈസ്. നമ്മൾ ഇവിടാണ് മൈൻ ചെയ്യാൻ വരുന്നത്. പിന്നെ എപ്പോഴെങ്കിലും ചത്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വരുമല്ലോ. അപ്പൊ കുഴപ്പമില്ല ഗൈസ്. എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാൻ ഏത് ദിശ തിരഞ്ഞെടുക്കുമെന്നൊക്കെ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഈ കടല് നീന്തി അപ്പുറത്തേക്ക് കിടക്കാം ഗൈസ്. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് 3 ഷീപ്പിനെ കിട്ടുവാണെങ്കിൽ ബെഡ് ഉണ്ടാക്കി റീസ്പോണും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കടലിന്റെ അടിത്തട്ടിലൂടെ നടക്കുകയാണ്. അടിത്തട്ടിലൂടെ നീന്തുകയാണ്. എനിക്ക് റിയൽ ലൈഫിൽ ഒട്ടും നീന്താൻ അറിയില്ല. ഒന്ന് പോണം ഇവിടെ ജംഗിളാണ്. ആൻഡ് ഇവിടെ കുറച്ച് പംകിൻ കാണുന്നുണ്ട്. പംകിൻ എടുത്തിട്ട് വലിയ കാര്യമില്ല. പംകിൻ ഉള്ളതിന്റെ അടുത്തൊക്കെ ആയിട്ട് വില്ലേജ് കാണുമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ അത് 100 ബ്ലോക്ക് 2000 ബ്ലോക്ക് ഒക്കെ ഇതിനകത്തായിരിക്കും, ദൂരെ ആയിരിക്കും. നമുക്ക് ഈ ലീഫിന്റെ മണ്ടയ്ക്ക് ഇവിടെ പോവാട്ടാ. ഞാൻ പാർക്കോറിങ് ഒന്നും ചെയ്തിട്ടില്ല. ഈ പാർക്കോറിങ് ആയതുകൊണ്ട് ഞാൻ ചേട്ടന്റെ കൈ കൊടുത്തതാണ്. എനിക്ക് പാർക്കോറിങ് ഒന്നും നടക്കുന്ന കാര്യമല്ല. ഞാനാണെങ്കിൽ ഇവിടുത്തെ അവിടെ അവള് കേട്ട് മരം അമ്മാതിരി കൊള്ളാത്ത മരമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മെലൻ കാണുവാണെങ്കിൽ അതും കൂടെ എടുത്തോ. നമുക്ക് ബലം ആവശ്യമില്ല. ഷീപ്പിനെ കൊന്ന് ഒരു കൂടെ തന്നോളൂ. അത് പറഞ്ഞേ തന്നോളൂ. നമുക്ക് ഇച്ചിരി ആരടേ സൈഡിൽ നമുക്ക് സോമ്പിനെ കൊണ്ട് നമ്മുടെ ആക്റ്റാണ് എടുത്തത്. സോമ്പിനെ കൊന്ന് നമ്മൾ അപ്പുറത്തെ എനിക്കൊരു ഫുഡിന്റെ കാര്യത്തിൽ തീരുമാനമാക്കാൻ പോകും. വരുന്നുണ്ടോ നിന്റെയൊക്കെ കാലൻ?
ഹജ്ജ ഹജ്ജ അയ്യോ ഹജ്ജ ഹജ്ജ അയ്യോ ഹജ്ജ 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 റേ ഹൈ തൂഫാൻ തൂഫാൻ. നിങ്ങളാരും കമന്റ് ബോക്സ് ഒന്ന് തെറി വിളിക്കരുത് എന്റെ പാട്ടിനെ പറ്റി. കലാബോധന്മാരെ എന്റെ പാട്ടിനെ തെറി വിളിക്കത്തുള്ളൂ. ആദ്യം നീ പോയി കലാബോധം പഠിച്ചിട്ട് വാ. എന്താടി എനിക്ക് കലാബോധം ഇല്ലേ? നിങ്ങൾ എന്റെ എനിക്ക് കലാബോധം ഉണ്ടെന്ന് പറഞ്ഞ എല്ലാരും കൂടെ സ്പാം ചെയ്യും കേട്ടോ. കമന്റ് സ്പാം ചെയ്യും കാണുന്നവരെല്ലാവരും. എന്തായാലും നമ്മളിപ്പോ ചാനൽ തുടങ്ങിയിട്ട് അധികമൊന്നും ആയില്ല. എന്റെ അടുത്ത് അധികം ഒന്നും ഇപ്പോഴേ കിട്ടൂലെന്നാണ്. നമ്മൾ പക്ഷെ പരിശ്രമിക്കുന്ന ഒരിക്കലും നിർത്തരുത്. അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. പരിശ്രമിക്കുന്ന നിർത്തരുത്. നമ്മൾ എപ്പോഴും മുന്നേറാണ്. ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഇത് കേട്ടിട്ടെങ്കിലും എനിക്ക് 2-3 സബ്സ്ക്രൈബ് താടോ. ഞാൻ ഫസ്റ്റ് അയൺ പൊട്ടിക്കാൻ പോവാണ്. ഇയാൾക്ക് ഇതൊന്നും പൊട്ടിക്കാനുള്ള വലിയ ഇതൊന്നും ഇല്ല. ഭാഗ്യമില്ല. ഇയാള് പോയി. ഞാൻ പൊട്ടിച്ചാലും കൂടെ 10-15 നേരം വരുന്നേ. നോക്കാം. അടുത്ത ഞാൻ കാണുമ്പോ നോക്കാവേ. 10-15 വേണേ. ഞാൻ കണ്ടില്ല. പൊടി മൊണ്ണ ബ്രിച്ച് ലോഗ് എന്താണെന്ന് പോലും അറിയത്തില്ല അവൾക്ക്. ഷീപ്പം താഴെ ഒരെണ്ണം തോന്നുന്നു. 2, 3 ഓക്കെ 3 കിട്ടി. ബട്ട് വൈറ്റ് 2 ബട്ട് മറ്റേത് അയ്യോ ഇവന്മാരെല്ലാരും കൂടെ വന്നെ എനിക്ക് ഇച്ചിരി ഫ്ലവേഴ്സ് വേണം. അവിടെ നോക്കിക്ക് എത്ര വൈറ്റ് പൂളായിരുന്നു. 2 അവിടെ ഒരു ഷീപ്പിനെ കൂടെ കണ്ടു. അതിനെ കൊല്ലണോന്ന് അറിയത്തില്ല. ഫുഡ് റെഡിയാക്കണ്ടേ? അപ്പൊ നമുക്ക് അതിനെ കൊന്നേക്കാം. ഇച്ചിരി ഡൈ അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ഡൈ എത്തിക്കണം. അതെ നമ്മുടെ ഇത് ഡൈ എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റുന്ന നോക്കട്ടെ. അതിന്റെ പുറകിന് ഞങ്ങൾ നോറും ഡൈയുടെ പുറകിന് ഒരു ബെഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ ഭയങ്കര പ്രശ്നമാണ്. എനിക്കൊരു കാര്യം അറിയാം. ഈ ലീഫ് കിടക്കുന്നുണ്ടാ അതെടുത്താ മതി. അത് ബ്രൗൺ ഡൈ എങ്ങാണ്ടാക്കാൻ പറ്റും. ശരിയല്ല ഞാൻ ഇപ്പോഴും ഓർത്തത്. ആ ലീഫല്ല കരിയല്ല. അത് ഭയങ്കര അന്വയം. അത് വെച്ച് വലിയ ഇതുകൊണ്ടോ ഗുണമുണ്ടോ? ഒരെണ്ണം വെട്ടിയാ മതി. എന്താ 5 എണ്ണം വെട്ടി? നീ ഇവിടെ നിറയെ പൊയ്ക്കേ. എന്റെ വാനല്ലേ അല്ല പോ എന്നെ വെറുതെ മോഹിപ്പിച്ചു. ഡൈറ്റ് വേണ്ട ദിവസം വേറൊരു സംഭവം നമുക്ക് ഡൈറ്റ് ഫ്ലവറും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഈ സാധനം അതുണ്ടാക്കാം. ഓക്കെ ഒരെണ്ണം കിട്ടിയോളൂ. ലീഫിന്റെ അകത്തുണ്ട് ഇരിപ്പുണ്ട്. 2 കിട്ടി. ഇപ്പൊ 10 കിട്ടി. 2 ഓക്കെ 3 ഡൈ ഉണ്ടാക്കി. മല്ലാരി വെട്ടിക്കെട്ട് മനസ്സില്ല. അമ്പ് വിട്ട ഓക്കെ നമ്മൾ അനിയത്തിനെ കൊണ്ട് ബെഡ് ഉണ്ടാക്കിപ്പിക്കാൻ പോവാ. ഞാൻ ബെഡിനുള്ള സാധനം എല്ലാം എടുത്തു. ഇവളൊരു പൊട്ടിയാ. ബെഡിന്റെ സാധനത്തിന് എല്ലാം എടുക്കാൻ. ഓക്കെ ഇവളാണ് ബെഡ് ഉണ്ടാക്കുന്നത്. ബെഡ് ഉണ്ടാക്കിയേ. ഞങ്ങളുടെ അനിയത്തി ബെഡ് ഉണ്ടാക്കിയേ. ഓക്കെ ഇച്ചിരി പൊക്കി പറയും. ഇല്ലെങ്കിൽ അവള് പിന്നെയും തോന്നും അടുത്തതും പറഞ്ഞു. ഓക്കെ അപ്പൊ നമ്മളിനി നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും പൊട്ടിച്ചെടുത്തോണ്ട് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. വേണ്ട നിന്റെ പാർക്കോണിന് മല കയറുമ്പോ നീ മിക്കവാറും മലയുടെ മേളിൽ തന്നെ തെള്ളി താഴോട്ടിട്ട് കൊല്ലായിരുന്നാ മതി. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട അയ്യോ ഞാൻ അമ്മാതിരി പവർ. അതാണ് നിങ്ങക്ക് മിന്നൽ മുരളിനെ പോലും കാണാൻ പറ്റും. പക്ഷെ എന്നെ കാണാൻ പറ്റൂല. എന്താന്നറിയുവോ? എന്നെ കാണും. അടിക്കോടി അടിക്കും. ആരാന്നറിയാവോ? അവിടുന്ന് ഊക്കാം. നമ്മളപ്പോ ഒരു കാര്യം ചെയ്യാം. ഇച്ചിരി ഡേർട്ട് തയ്പ്പിച്ചിട്ട് ഇവിടുന്ന് നമ്മുടെ ബ്രിഡ്ജിങ് ഒന്നും വേണ്ടതിന്. പിന്നെ അവള് മര്യാദക്കൊന്ന് പോയേന്. ഞാൻ പറഞ്ഞില്ല ഇവള് ഇങ്ങനെ തന്നെ എന്നെ കൊണ്ട് കുടിയിലൊക്കെ ചാടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു വേൾഡ് ഉണ്ടായിരുന്നു ഹാർഡ് കോർ.
ഇവള് പറഞ്ഞു ചേട്ടാ ഞാൻ പാവല്ലേ എന്നത് കളിക്കാൻ തന്നില്ല. പാവമായതുകൊണ്ട് ഞാനും അങ്ങ് സമ്മതിച്ചു. അതുകൊണ്ട് നോക്കുമ്പോ ഈ കൊച്ചുകൊണ്ട് തന്നെ എവിടാ ഇട്ടത്. സൗണ്ട് അന്വയിങ്. ഇപ്പൊ മരമൊക്കെ ഒടിഞ്ഞുകൊണ്ട് നടക്കുന്നു. പിങ്കൂൾ പ്ലീസ് ആ ബ്രൗൺ ബെഡ് മാറ്റി ഈ ബെഡ് എടുക്കുവോ പ്ലീസ്. ബ്രൗൺ ഉണ്ടാക്കാം. ഇത് ബെഡും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിങ്ക് ബെഡായി. എനിക്ക് പിങ്കോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവളുടെ സന്തോഷം നോക്കണ്ടേ. നമ്മൾ എപ്പോഴും ഇത്രയും ചെയ്തിട്ടൊരു കേവ് പോലും കണ്ടില്ല. കേവ് കണ്ടിട്ട് എന്തിനാ ചാവാനല്ലേ? പൊടി അതിനോട് പ്രസക്തി ഇല്ല. നമ്മുടെ ഈ വീഡിയോ അധികം ലോങ് ആക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഈ മലയുടെ മേളിൽ എത്തിയിട്ട് രണ്ടാമത്തെ കണ്ടിട്ട് ഇത് വാങ്ങിക്കുമ്പോ 2-3 കണ്ട ഞാൻ പറഞ്ഞില്ലേ 15 കാണുമെന്നാണ് എന്ന് പറഞ്ഞ. ദൈവമേ കളിക്കല്ലേ. 15 8 ഇല്ല 15 നേരത്തെ പറഞ്ഞു. അത് മതി. നിന്നെക്കാട് കൂടുതൽ കിട്ടി. 13 2 കുറവുള്ളു കേട്ടാ. എന്ത് 12 ഒരെണ്ണം ഞാൻ മൈൻഡ് ചെയ്തേ ആണത്. ഇത് കണ്ട ഇവിടെ ഇരിക്കുന്നു. ഇപ്പൊ 14 ആയില്ല. ഇത് 14 13 നീ വെട്ടി. എന്റെ ഹങ്കർ ഭയങ്കര കുറവാണ്. എന്റെ ഫുഡും ഇല്ല. ഫുഡ് എവിടെ ഇല്ലെന്ന് മെലണല്ലേടാ കയ്യിലിരിക്കുന്ന. ഈ മെലൻ പക്ഷെ ഇഷ്ടമല്ല. കണ്ണൂത്തെ കഴിച്ച വലിയ ഇതൊന്നും കിട്ടത്തില്ല. സൗണ്ട് ഓക്കെ ഗയ്സ്, അപ്പൊ നമ്മള് ആദ്യത്തെ സ്ലീപ്പ് ഞാൻ ഇനി എന്ന് മൈൻഡ് ചെയ്തോട്ടെ. ഇത്രയാണ് എന്റെ ലക്കിന് വന്നത്. ആദ്യം കാണുന്ന ഉറങ്ങ്. ഓക്കെ ഗയ്സ്, രാവിലെ ആയി. മൈനിങ്ങും തുടങ്ങി. ഓക്കെ ഗയ്സ്, ഞാൻ ഇവിടെ അയൺ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ബെഡ് ഇപ്പൊ പൊട്ടിച്ചെടുക്കും. ഈ അയൺ പൊട്ടിച്ചു കഴിഞ്ഞ് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. 23 ഫുൾ ആർമർ ആകാം. അപ്പൊ നമ്മള് പിന്നെ വരാം. ഞങ്ങളിപ്പോ പോയി ഇച്ചിരി ബിരിയാണി കഴിച്ചു.